ഈ വൈശാഖ മാസത്തിൽ ഇങ്ങനെ വൈശാഖമാസം മാധവമാസം എന്നുമാണ് അറിയപ്പെടുന്നത്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് വൈശാഖമാസം. ആ വൈശാഖമാസത്തിൽ അല്പമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോലും അതിന് കോടി കോടി പുണ്യം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട മാസമാണ്. എല്ലാവരും മാസത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ആ ഭഗവാന് പ്രിയമായിട്ടുള്ള ഏത് കാര്യം ചെയ്താലും ഭഗവാന് അത്രയ്ക്കും പ്രീതിയായിരിക്കും എന്ന് പറയുകയാണ്. എല്ലാറ്റിലും അത് ആ വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യം പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആ മാധവ മാസത്തിൽ ഈ തിരുഭഗവാന്റെ സന്നിധിയിൽ ഇങ്ങനെയൊരു സപ്താഹ യജ്ഞം നടത്താൻ പറ്റുക എന്നത് ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. അതിന് ആ ഭഗവാനെ വീണ്ടും 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 1000 കോടി പ്രാവശ്യം നമിച്ചുകൊണ്ട് ഇതാ ഈ ദ്വാദശോധ്യായം പാരായണം ചെയ്യുകയാണ്. ദ്വാദശോധ്യായം ഭാഗവതത്തിൻ്റെ തന്നെ സംഗ്രഹമാണ്. ഭാരതം മുഴുവൻ, മഹാഭാഗവതം മുഴുവൻ ചുരുക്കി അതിൽ വർണ്ണിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഇതുവരെ ഭാഗവതത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ ആ ഭാഗവത മുഴുവൻ കേട്ടതിൻ്റെ ഫലം ലഭിക്കും എന്നതിനാലാണ് അങ്ങനെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് പാരായണം ചെയ്ത് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ 12, 13, 2 അധ്യായങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. എന്നിട്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പണം ചെയ്യാം. ഭാഗവതത്തിൻ്റെ സംഗ്രഹം. ശ്രീമദ് മഹാഭാഗവതം 12 സ്കന്ധം 12 സൂതോവാച. നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വക്കദിദം വിപ്ര വിഷ്ണോശ്ചരിതമത്ഭുതം ഭവദ്ഭിർയദഹം പൃഷ്ടോ നരാണാം പുരുഷോജിതം. അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സാത്വതാംപതി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗദപ്രഭവാപ്യയം ജ്ഞാനം ജഗതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോപവേശോ രാജർഷിർ വിപ്രശാപാത് പരീക്ഷിത ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത. യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത. വിദുരോദ്ധവ സംവാദ ക്ഷത്രുമൈത്രിയോസ്തദാ പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതിം. തത പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തഥോ ബ്രഹ്മാണ്ഡ സംഭൂതിർ വൈരാജ പുരുഷോ യഥാ. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതിപത്മസമുത്ഭവ ഭുവ ഉദ്ധരണേ ബോധി ഹിരണ്യാക്ഷവദോ യഥാ. ഊർധ്വതിര്യഗവാക്സർഗോ രുദ്രസർഗസ്തദൈവ ച അർദ്ധനാരീ നരസ്യാദ യഥസ്വായം ഭുവോ മനു. ശതരൂപാജയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത. നവബ്രഹ്മ സമുൽപത്തിർ ദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പൃഥോ പ്രാചീന ബർഹിഷ. നാരദസ്യ ച സംവാദ തദപ്രയവ്രതം ദ്വിജ നാഭീസ്തദോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ദീപവർഷ സമുദ്രാണാം ഗിരീനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. ദക്ഷജന്മ പ്രജേതോഭ്യ തത്പുത്രീണാം ച സന്തതി യദോ ദേവാസുരനര തിര്യങ്നഗഗാദയാ. ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച ദിദേദ്വിജ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാ. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരശ്ച വിഷ്ണോർഹയശിരാദയാ.
കൗർമ്മം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമദനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം സശാദാഖ്യാ ഗണ്യം ചാദസദ്യാദി കകുൽസ്തസ്യ ച ധീമത ഗഡ്വാംഗസ്യ ച മാന്താദു സൗപരീശകരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം ക്ഷാഭകം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐലസ്യ സോമവംശസ്യ യയാദേന ഹുഷസ്യ ച ദൗഷ്യന്തീർഭരതസ്യാപി ചന്ദനോസ്തൽസുതസ്യ ച യയാദേ പുത്രസ്യ യദോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തദോ വൃദ്ധിശ്ച ഗോകുലേ. ഓം ശ്രീകൃഷ്ണായ നമഃ. തസ്യ കർമാണ്യപാരാണി കീർത്തിദാന്യസുരദ്വിഷ പൂതനാസുഭയപ്പാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷ തദൈവ ഭഗവത്സയോ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംശയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പദ ദമനം കാളിയസ്യാഹേർ മഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാദു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതേ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദരായണം ച ശക്രസ്യ സുരഭീരത യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാജരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജശ്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടിക ചാനൂര കംസാദീനാം ചയോ വദ മൃഗസ്യ നയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോ കൃതമുദ്ധവയം കൃതമുദ്ധവ രാമാഭ്യാം യുധേന ഹരിണാദ്വിജ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വദ ഗാദനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായാസുരാലയാത് രുക്മിണ്യാഹരണം യുദ്ധേ പ്രമദ്യ ദിശതോ ഹരേ ഹരസ്യ ചൃംബണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാഗ്ജ്യോതിഷ പതിം ഹത്വാ കന്യാനാം ഹരണം ചയത് ചൈത്യ പൗണ്ഡ്രകസാൽവാനാം ദന്തവക്ത്രസ്യ ദുർമദേ ശംഭരോതി വിദപ്പീഡോ മുരപ്പഞ്ചജനാദയ മാഹാത്മ്യം ച വദസ്തേഷാം വാരാണസ്യാസ്യ ദാഹനം ഭാരാവതരണം ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാത്ഭുത യത്രാത്മവിദ്യാ അഖില പ്രോക്താ ധർമ്മ വിനിർണയ തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷിർ വിഷ്ണുരാഗസ്യ ധീമത ശാഖാപ്രണയനമൃഷിർ മാർക്കണ്ഡേയസ്യ സൽക്കഥാ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യത്പൃഷ്ടോഹമിഹാസ്മി വാ ലീലാവതാര കർമാണി കീർത്തിതാനി സർവശ പതിതസ്കലിതശ്ചാർത്ത ശ്രുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമ ഉച്യതേ സർവപാദകാത്. എല്ലാവരും കൈ മേലിലോട്ട് പിടിച്ച് ആ ഭഗവാനെ തന്നെ പൂർണ്ണമായി സ്മരിച്ച് ആവുന്നത്ര ശബ്ദത്തിൽ ആ ഭഗവാനെ വിളിക്കുക. പതിതസ്കലിതശ്ചാർത്ത ശ്രുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമ മുച്യതേ സർവപാദകാത്. പതിതസ്കലിതശ്ചാർത്ത ശ്രുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമ മുച്യതേ സർവപാദകാത്. ലോകത്തുള്ള സർവർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്യമാനോ ഭഗവാനനന്ദ
ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം സർവസ്യ ചിത്തം വിധുനോത്യശേഷം യഥാ തമാർക്കോ ഭ്രമിവാദിവാദ മൃഷാഗിരസ്ഥാ ഹി സതീരസൽക്കഥ നഗദ്യതേ യദ്ഭഗവാനദോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവൽ ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശുഷ്യൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം യദുത്തമ ശ്ലോക യശോനുഗീയതേ നദദ്വചിത്രപദം ഹരിര്യശോ ജഗൽ പവിത്രം പ്രഹ്നീത കർഹിചിത് തദ്വാംശതീർത്ഥം നദുഹംസ സേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോ മലാ സവാഗി സർഗോ ജനദാഗ സംപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യഭി നാമാനന്ദസ്യേശോങ്കിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നിഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതി ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃശ്വത ഭദ്രമീശ്വരേ നഹഃപിദം കർമ്മ ഇദപ്യനുത്തമം യശസ്വിയാമേവ പരിശ്രമപരോ വർണ്ണാശ്രമാചാര തപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധര പാദപത്മയോർ ഗുണാനുവാദ ശ്രവണാദിബിർഹരേ അവിസ്മൃതി കൃഷ്ണ പദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമം തനോദിജ സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാന വിരാഗയുക്തം യൂയം ദ്വിജാഗ്ര്യാപത ഭൂരിഭാഗ യച്ഛസ്വദാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശ അജശ്രഭാവോ ഭജതാ വിവേശ്യ അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാ മേ പരമർഷിവക്ത്രാത് പ്രായോപവേശേ നൃപദേ പരീക്ഷിത സദസ്യുഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വക്കദിദം വിപ്രാ കദനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യേവം ശ്രാവയേ നിത്യം യാമക്ഷണമനന്യതി ശ്രദ്ധാവാൻ യോ ശൃണുയാത് പുനത്യാത്മാനമേവ സ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പടത്യനശ്നൻ പ്രേത സദതോ ഭവത്യപാദകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉപോക്ഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യതേ ഭയാത് ദേവമുനിയപ്സിദ്ധ പിതരോ മനവോ നൃപ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാത് ഋജോ യജുംഷി സാമാനി ദ്വിജോദിത്യാനുവിന്ദതേ മധുകുല്യാ ഘൃതകുല്യാ പയകുല്യാശ്ച തത്ഫലം പുരാണസംഹിതാമേധാം അദീത്യപ്രേതോ ദ്വിജ പ്രോക്തം ഭഗവതായേത്തു തത്പദം പരമം വ്രജേത് വിപ്രോ ദീത്യാപ്നുയാത് പ്രജ്ഞാം രാജന്യോ ദതി മേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേദപാദകാത് കലിമല സംഹിതകാലേന അഖിലേശ്വ ഹരിചരത്ര ഗീയദേഹ്യഭീഷ്ണം ഇഹതു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാ പ്രസംഗേ തമഹമജമനന്തം ആത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ദ്വിപദി വിരജശക്ര ശങ്കരാദ്യേ ദുരവസിതസ്തവമച്യുതം നദോസ്മി ഉപജിത നവശക്തിഭിസ്വ ആത്മാ ഉപരിജിതസ്ഥിരജംഗമാതുലയായ ഭഗവത ഉപലബ്ധി മാത്രദാംനേ സുരഋഷഭായ നമഃ സനാതനായ സ്വസുഖ നിവൃത ചേതാസ്തദ്യുതസ്ഥാന്യഭാവോ അജിതരുചിത ലീലാ ചിഷ്ടസാരസ്ത്വദീയം വ്യതനുത കൃപയായസ്തത്വദീപം പുരാണം തമഖില വൃജിനഗ്നം വ്യാസസൂനും നദോസ്മി തമഖില വൃജിനഗ്നം വ്യാസസൂനും നദോസ്മി. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥ നിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓ നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതി